ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ കൊറിയറിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഇപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ട് എന്ന് വെയിറ്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലല്ല, നമ്മളിപ്പോൾ നാളെ നമ്മുടെ ലോഡ് സെറ്റ് ആവത്തുള്ളൂ. ലോഡെല്ലാം സെറ്റായി നമ്മുടെ വണ്ടി നാളെ വരുള്ളൂ. നമുക്ക് വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തൊക്കെ പണിയായിട്ട് വണ്ടി ഇന്നലെ ഇവിടെ എത്തേണ്ടതാണ്, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഹോൾഡായിട്ടുണ്ട്. നമ്മുടെ പർച്ചേസ് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിലേ കാരണം നമ്മൾ പർച്ചേസ് കുറച്ച് ഡിലേ ആക്കിയിട്ട് ഇന്ന് നമുക്ക് ഈവനിങ് ലോഡെല്ലാം സെറ്റായി. അപ്പോൾ വണ്ടി നാളെ രാവിലെ നമുക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് പ്ലാൻസ് എത്തുന്നത് മിക്കവാറും ശനിയാഴ്ചയായിരിക്കും. ശനിയാഴ്ച അല്ല, ഞായറാഴ്ചയായിരിക്കും നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ലോഡ് എത്തുക. മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പായിട്ട് ലോഡ് എത്തും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് കസ്റ്റമർ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരമായിട്ട് വരുന്നവർ തന്നെയാണ്. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. നമ്മളെ വീഡിയോസ് കണ്ടപ്പോൾ അവർ നമ്മളെ നാട്ടിലുണ്ടെന്ന് കരുതിയിട്ടാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് കോളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ഇൻഫോം ചെയ്തായിരുന്നു. നമ്മളെന്തായാലും ഇനിയിപ്പോൾ മറ്റന്നാൾ ഞങ്ങളും ഞായറാഴ്ച നാട്ടിലെത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം. അതെല്ലാം കഴിഞ്ഞ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എന്തായാലും വർക്കിംഗ് അല്ലല്ലോ, ഓഫല്ലേ. തിങ്കൾ ചൊവ്വ ബുധൻ അവധി ദിവസങ്ങളാണ്. അപ്പോൾ നിങ്ങളന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ട് പ്ലാൻസ് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ഹോം ഡെലിവറി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. ട്രിവാൻഡ്രത്ത് കുറച്ച് ലൊക്കേഷൻസിൽ നമ്മൾ പ്ലാൻസ് കൊണ്ടെത്തിച്ച് തരും. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഹോം ഡെലിവറി വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഹോം ഡെലിവറി ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണോ, പ്ലാൻസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ സ്ഥലവും കൂടെ ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ദൂരത്തോട്ടൊന്നും ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കുറച്ച് ഏരിയാസിൽ മാത്രമേ ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം മിനിമം സെലക്ട് ചെയ്യേണ്ട പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 2 പ്ലാന്റൊക്കെ ഹോം ഡെലിവറി കൊണ്ട് അങ്ങ് എത്തിക്കുക എന്നുള്ളത് നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നത്. മിനിമം ഇത്ര പ്ലാൻസ് എടുക്കുന്നവർക്കായിരിക്കും ഹോം ഡെലിവറി ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഒരു പ്ലാന്റൊക്കെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടെത്തിച്ച് വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്രോൾ എക്സ്പെൻസിൻ്റെ ഒരുപാടാവും. കാരണം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് കാട്ടാക്കടയിൽ നിന്ന് പിന്നെയും ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സിറ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് തമ്പാനൂർ പോകാനുള്ള ദൂരമെന്ന് പറയുന്നത്. ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും. ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് 25 കിലോമീറ്ററാണ്. അപ്പോൾ തമ്പാനൂർ ലൊക്കേഷനിൽ നിന്ന് പിന്നെയും പോകുന്നുണ്ട്. നമ്മുടെ എക്സ്പെൻസ് എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ എത്ര കോമ്പോസ് ഉണ്ട് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. നമുക്കിപ്പോൾ ഒരു 4-5 കോമ്പോസ് നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ കുറേ പേരൊന്നും നമ്മുടെ കോമ്പോസ് നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും റെക്കമെൻഡേഷനൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, കാരണം നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് പോലും ചിലരൊക്കെ വന്നിട്ട് ഇപ്പോഴും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് കോമ്പോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ട്. കാരണം ഇടയ്ക്ക് കുറച്ച് ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റെക്കമെൻഡേഷൻ കൂടുതലായിട്ട് പോകാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് ഉള്ള കോമ്പോസ് എന്ന് പറയുന്നത് 5 നാടൻ റോസിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട്, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സിൻ്റെ. അതുപോലെ തന്നെ റെഡ് റോസിൻ്റെ ഒരു കോംബോ, 5 റെഡ് കളർ റോസസിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഇതിലേത് കോംബോ ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ ട്രാവൻകൂർ ഗാർഡൻസ് എന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ്, ഷോർട്സ്, ലൈവ് പ്ലേലിസ്റ്റ് എന്ന് വരും. അതിനകത്ത് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ റോസിൻ്റെയും വീഡിയോസ് വരും. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അതായത് 5 നാടൻ റോസ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് സെയിൽ പോസ്റ്റ് നാടൻ റോസ് കോംബോ ഓഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം റോസാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ റെഡ് റോസ് കോംബോ ഓഫർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് റോസ് ഏതൊക്കെയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ആ വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഡീല മാൽമേസൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാടൻ വെർബീനിയയുടെ 3 കളർ വെർബീനിയയുടെ
ഒരു കോംബോ ഓഫർ വരുന്നുണ്ട്. അതും അതിനകത്ത് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു അടിപൊളി നാടൻ റോസ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് കരിഷ്മ റോസിൻ്റെ പിക്ക് കൊടുത്തേക്കുന്നുണ്ട്. അത് നമുക്ക് 5 നാടൻ റോസിൻ്റെ കോംബോ ആണ് വരുന്നത്. 5 റോസസാണ്, വലിയ റോസിൻ്റെ ഒരു കോംബോ ആണത്. പിന്നെ നമുക്കിപ്പോൾ ഉള്ളത് 10 റോസ് കോംബോ ഓഫർ. നാടൻ ബഡ്ഡിങ്ങും അതുപോലെ നാടൻ റോസും മിക്സഡ് ആയിട്ട് വരുന്നൊരു കോംബോ ആണ്. അതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലക്ക് പോലെ നമുക്ക് ചിലപ്പോൾ എല്ലാ നാടൻ റോസും ഒരിക്കലും വരില്ല. ചിലപ്പോൾ നമുക്കൊരു 5 നാടൻ റോസും 5 ബഡ്ഡിങ് റോസും ആയിരിക്കും. ചിലപ്പോൾ ഒരു 7 ബഡ്ഡിങ് റോസും 3 നാടൻ റോസും അങ്ങനെ ആയിരിക്കും. ഓരോരുത്തരുടെ ലക്ക് പോലെ നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു കോംബോ ഓഫർ വരുന്നത്. ചിലപ്പോൾ എല്ലാം ബഡ്ഡിങ് പ്ലാന്റ്സ് ആയിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ 10 റോസിൻ്റെ കോംബോ ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡ് റോസ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു കോംബോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഇന്നലെ വരെ 5 പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് മാത്രമേ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ കുറച്ച് പ്ലാൻസ് കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോംബോ ഓഫർ ഇപ്പോൾ നമുക്ക് ഒരു 5 പേർക്ക് കൂടെ തരാനുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ മാംഗോ യെല്ലോ കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മോർണിംഗ് പോസ്റ്റ് ചെയ്തൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അതിനകത്തും 4 പ്ലാൻസാണ് ആ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോംബോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോംബോ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് പ്ലാൻസൊക്കെയാണ് വരുന്നത്, അതിനകത്ത് ഏതൊക്കെ കളറാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത 6 അടിപൊളി റോസ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടർഫ്ലൈ റോസിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ റോസാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കോംബോ ഓഫറാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഒത്തിരി പേര് വന്നിട്ട് ക്രീപ്പർ റോസിൻ്റെ എന്തുകൊണ്ട് സെയിൽ വീഡിയോസ് ഇടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ക്രീപ്പർ റോസ് നമുക്ക് ഒന്നാമത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് ചിലപ്പോൾ കുറച്ച് സ്റ്റോക്ക് മാത്രം, ഒരു 5 പ്ലാന്റോ 6 പ്ലാന്റോ 4 പ്ലാന്റോ ചില പ്ലാന്റ്സ് 3 പ്ലാന്റ്സൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൗണ്ട് അറിയില്ല, എത്രയാണ് നമുക്ക് കിട്ടുന്ന എണ്ണം. ചിലപ്പോൾ 3 പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഓർഡർ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് സ്റ്റോക്കിൻ്റെ ഇഷ്യൂസ് വരും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് തരാൻ പറ്റാത്തൊരവസരം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രീപ്പർ റോസിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നാട്ടിലെത്തിക്കഴിഞ്ഞ് എത്രയൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ക്രീപ്പർ റോസിൻ്റെ കോംബോസും പിന്നെ ഈ ഒരു ലോഡിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാ കോംബോസ് അല്ല, സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ നമ്മൾ അതിനകത്തുണ്ടാവും. പിന്നെ ഈ ഒരു കോംബോ ഓഫർ ഇട്ടതിനകത്ത് തന്നെ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ സിംഗിളായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് പ്ലാന്റ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ ഒരു റോസിൻ്റെ പേരോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവധിയാണ്. അപ്പോൾ അത് DTDC വർക്കിംഗ് അല്ല അന്നത്തെ ദിവസം. അപ്പോൾ നമുക്കതിൽ പ്ലാൻസ് അയക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബുധൻ വ്യാഴം ദിവസങ്ങളായിരിക്കും കൊറിയർ ഉണ്ടായിരിക്കും. 2 ദിവസമേ ഉള്ളൂ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊറിയർ ചെയ്യുന്നില്ല. അപ്പോൾ ബുധനും വ്യാഴവും നമ്മൾ മാക്സിമം പറ്റുന്നവർക്കുള്ള കൊറിയർ അയക്കും. അത് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനി ഞായർ 3 ദിവസം അവധിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം നമുക്ക് ഔട്ട്ലെറ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് കൊറിയർ ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച ദിവസമായിരിക്കും, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ ആർക്കും പ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അന്ന് ഈവനിങ് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടും, നിങ്ങളുടെ പ്ലാൻസ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട്, DTDCന്ന് കളക്ട് ചെയ്യാന്നുള്ളത്. DTDC അല്ല, നിങ്ങൾ ഏതാണോ സ്പീഡ് പോസ്റ്റാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമായിരിക്കും സ്പീഡ് പോസ്റ്റ് അയക്കുന്നത്. കാരണം ട്രിവാൻഡ്രത്ത് അയച്ചു കഴിഞ്ഞാൽ പോലും സ്പീഡ് പോസ്റ്റ് 3 ദിവസം വരെ എടുക്കുന്നുണ്ട് പ്ലാൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ദിവസം മൊത്തം കൊറിയർ അയക്കാൻ. അതിപ്പോൾ വെള്ളിയാഴ്ചയൊന്നും നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഒത്തിരി ദിവസം ഹോൾഡായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ലോഡ് മിക്കവാറും നല്ല ഞായറാഴ്ച ആയിരിക്കും എത്തുക. നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ ഔട്ട്ലെറ്റിൽ നിന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പ്ലാൻസ് നിങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോംബോ ഓഫറാണ് വേണ്ടതെന്നുള്ളത് ദയവായിട്ട് വീഡിയോ കണ്ട് അത് എല്ലാം മനസ്സിലാക്കിയിട്ട് വരിക. കാരണം കുറച്ച് കണ്ടിട്ട് ബാക്കി റോസസൊക്കെ ഏതൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്ന് ചോദിക്കരുത്. കാരണം ഞങ്ങൾക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്, അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അതിന് എത്ര റോസാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വീഡിയോ പിന്നെ ഷെയർ ചെയ്ത് തരാനും അതൊക്കെ പറഞ്ഞു തരാനും ഞങ്ങൾക്ക് പാടാണ്. കാരണം കുറച്ച് ടൈമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എഡിറ്റിങ്ങിനായാലും കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ടിട്ട്
മെസ്സേജ് ഇടുക. നമ്മുടെ പേയ്മെൻറ്റും എല്ലാം വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ഇടുക. വിളിക്കരുത്. വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരുപാട് കോൾസും മെസ്സേജസും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാൻ തന്നെ നല്ല പാടാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് ആയാലും ഇല്ല നാളെ മോർണിംഗോ നാളെ ഈവനിങ്ങിനകത്തോ നമുക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈം ചിലപ്പോൾ റിപ്ലൈ തരാനായിട്ട് പറ്റിയെന്ന് വരില്ല. വേറൊന്നുമല്ല, ആരും ടെൻഷൻ ആവേണ്ട. നമ്മൾ ട്രാവലിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ട്രാവലിംഗ് ടൈമിൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ റിപ്ലൈ തരാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ. അത് ഞാൻ എന്തായാലും ഇൻഫോം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്